ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ 3 തരം പായസ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നാട്ടിലെത്തിയിട്ട് ആദ്യത്തെ റെസിപ്പി വിഷു സ്പെഷ്യൽ എന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വിഷു സ്പെഷ്യൽ 3 തരം പായസ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തന്നെ. അപ്പോൾ നമുക്ക് ഈ 3 തരം പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇനി പായസത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങാപ്പാലൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ 1.5 മുറി തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1-ാം പാൽ എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക 1-ാം പാൽ എടുക്കുമ്പോൾ കേട്ടോ. ഇത്രയും 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ 1-ാം പാൽ എടുത്ത അതേ തേങ്ങയിൽ തന്നെ കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2-ാം പാലും കൂടെ അടിച്ചെടുക്കാം. ഞാൻ 2-ാം പാൽ 2 തവണയാക്കിയിട്ട് തന്നെ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ 2 തവണയാക്കിയിട്ട് അടിച്ചെടുത്തിട്ട് ഇത്രയും എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് വെല്ലം ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ഏകദേശം ഒരു 3/4 കിലോ തന്നെ വെല്ലം എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഇനി ഇതാ ചെറുപരിപ്പാന്ന് എടുത്തിട്ടുള്ളത്. 3/4 കിലോളം ചെറുപരിപ്പാന്ന് എടുത്തിട്ടുള്ളത്. സാധാരണ പരിപ്പല്ല കേട്ടോ, ഈ ഒരു പരിപ്പാന്ന് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷമാണ് ഞാൻ കഴുകി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുപരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് ഒരു 1/4 കപ്പോളം മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇനി ഇതൊന്ന് ബാക്കി ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ചെറുപരിപ്പില്ലേ, അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ ചെറുപരിപ്പ് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനി കഴുകിയിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം വല്ലാണ്ടങ്ങ് വെന്ത് ഉടഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും ഒന്ന് വെന്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അധികം അങ്ങ് വേവിച്ചെടുക്കാതെ ഒന്നിങ്ങനെ തവി കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ ഉടയും. ഞാൻ മുഴുവനും ഉടച്ചു കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ വേവിക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അതിൽ കിടന്നൊന്ന് വെന്ത് വന്നോളൂ. ഇപ്പോൾ ഇതാ 2-ാം പാലൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പരിപ്പും ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഈ 2-ാം പാൽ ഒഴിക്കുമ്പോഴും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഇതിൽ നിന്നൊരു 1/4 കപ്പോളം ഏകദേശം ഇത്രത്തോളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞു തരാം. ഇനി ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഈ പരിപ്പ് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതുപോലെ 2 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച പഴത്തിലോട്ട് നമ്മൾ മാറ്റി വെച്ച ഈ തേങ്ങാപ്പാലില്ലേ, 2-ാം പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചത്, അത് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനേ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 2-ാം പാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ഈ ചെറുപരിപ്പില്ലേ, അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ചേർത്ത് കൊടുത്ത ചെറുപരിപ്പും കൂടെ ഒന്ന് വെന്ത് വന്നോട്ടെ. ഇപ്പോൾ ഇതാ 2-ാമത് ചേർത്ത് കൊടുത്ത ചെറുപരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വല്ലാണ്ടങ്ങ് വെന്ത് ഉടയണമെന്നില്ല. ആ ഫസ്റ്റ് ചേർത്തത് ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. 2-ാമത്തത് ചെറുതായിട്ട് കടിക്കുന്ന പാകത്തിൽ കിട്ടണം. പരിപ്പ് വേവിച്ചതിന് ശേഷം ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച വെല്ലയില്ലേ, അത് നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അതിലെന്തെങ്കിലും കച്ചറണ്ട പോകാൻ വേണ്ടിയിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ പരിപ്പ് വേവിക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഴം ഒന്ന് 2-ാം പാലിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പഴം ചേർത്തതുകൊണ്ട് തന്നെ കൈവെക്കാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്.
ചെറുപഴം തേങ്ങാപ്പാലിൽ അടിച്ച് ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും. അതുപോലെ നല്ലൊരു ടേസ്റ്റും കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്ക പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 1-ാം പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായിപ്പോയതാ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് കാഷ്യൂ റൈസിൻസ് ഒക്കെ ഒന്ന് വറുത്തിടണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗീ ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്തു കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തേങ്ങാക്കൊത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊപ്രയില്ലേ അതും ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് 1/4 കപ്പ് തന്നെ കാഷ്യൂ നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും തേങ്ങാക്കൊത്തും വറുത്തതിന് ശേഷമാണ് റൈസിൻസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കാരണം റൈസിൻസ് പെട്ടെന്ന് കരിഞ്ഞു പോലോ, എല്ലാം ഒന്നിച്ചിട്ട് തന്നെ വറുത്തെടുക്കുന്നതുകൊണ്ട് ലാസ്റ്റ് വേണം റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറായി വരുമ്പോൾ സമയത്ത് വീണ്ടും റൈസിൻസ് ഇട്ട് കൊടുക്കാം. അതും 1/4 കപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂ റൈസിൻസും തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ നെയ്യോട് കൂടിയിട്ടാണ് ഇത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് 1-2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വളരെ കുറച്ച് ഗീ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പായസമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പായസത്തിലോട്ട് കാഷ്യൂ റൈസിൻസൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, അന്നേരം തന്നെ നിങ്ങൾക്ക് ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ 1-ാമത്തെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപരിപ്പ് വെച്ചിട്ടുള്ള ഈ പായസം നല്ല ടേസ്റ്റാണ്, വെറുതെ പറയല്ല, ഈസിയല്ലേ ചെയ്തെടുക്കാൻ. കുറച്ച് ചെറുപരിപ്പ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെറുപരിപ്പ് പ്രഥമനാണ്. നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പായസം നോക്കാം. ഇത് ഞാൻ പൈനാപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ പായസമാണ്. ഇനി പൈനാപ്പിൾ പായസത്തിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുപ്പുള്ള പൈനാപ്പിൾ നോക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൂടെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ മുള്ള് കഴിയുന്നതും എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം എടുക്കാൻ നോക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ചെറുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതുപോലെ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ മാക്സിമം ആ മുള്ളൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. 1-2 അതിലോട്ട് ആയിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് 1-2 ആയിപ്പോയി കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ സാബുദാനയില്ലേ, ചവ്വരി എന്ന് പറയുന്നത്, അത് ഞാനിപ്പോൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ സാബുദാന അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ചവ്വരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മക്രോണിയൊക്കെ ചെയ്യുന്നില്ല, അതേപോലെ ഒന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതിനൊരു പശവശപ്പ് ഉണ്ടാവില്ല. ഇനി ഇതാ ഒരു 5-6 അച്ച് വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം മധുരത്തിന് ആവശ്യമായത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വെല്ലം മെൽട്ടാക്കി എടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേസമയം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. 1-ാം പാലും 2-ാം പാലും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. 1-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കൊഴുപ്പോട് കൂടിയ പാൽ വേണം ഫസ്റ്റത്തത് എടുക്കാൻ. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ 1-ാം പാൽ. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെക്കാം. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 1 കപ്പോളം പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-ാം പാൽ ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി വന്ന അരച്ച തേങ്ങയില്ലേ, അതൊന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയാൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് അരിച്ചെടുക്കാം.
ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പൈനാപ്പിൾ ഇല്ലേ, അത് ഇതിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇത് പൈനാപ്പിളിനൊരു ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. പൈനാപ്പിൾ ഗീയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച വെല്ലയില്ലേ, അത് ഞാൻ അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ഗ്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കല്ലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒന്ന് അരിച്ച് മാറ്റി വെച്ചതായിരുന്നേ. അപ്പോൾ അത് നമുക്ക് ഈ പൈനാപ്പിളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഈ പൈനാപ്പിളിൽ വെള്ളത്തിൽ കിടന്ന് വേണം ഒന്ന് വറ്റി വരാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പുളിപ്പ് രസമൊക്കെ മാറിയിട്ട് വേണം നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് തിളച്ച് നല്ല വറ്റി വന്നോട്ടെ. ഇപ്പോൾ ഇതാ നല്ല തിളച്ച് അതിൻ്റെ ആ ഒരു പുളിപ്പ് രസമൊക്കെ മാറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്കിതിലോട്ട് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ ഇതാ ഞാൻ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2ാം പാലും കുറച്ച് കൊഴുപ്പോട് കൂടിയിട്ട് എടുക്കാൻ നോക്കണേ. അതിനാണ് ഞാൻ ഒരു തേങ്ങയുടെ പാൽ തന്നെ എടുത്തത് കേട്ടോ. അതുപോലെ നമ്മൾ പൈനാപ്പിൾ ഗീയിൽ വഴറ്റിയെടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ പുളിപ്പ് രസം ഒട്ടും ഇല്ലാത്ത രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. അതല്ലെങ്കിൽ പിന്നെ പാല് പിരിഞ്ഞ പോലെയായിട്ട് നമുക്ക് വിചാരിച്ച ആ ഒരു രീതിക്ക് പായസമായിന്ന് വരില്ല. അപ്പം പുളിപ്പ് രസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് പറയുന്നത്. അപ്പോൾ ഇതാ പൈനാപ്പിൾ നന്നായിട്ട് തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറുകി കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ചവ്വരിയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ചവ്വരി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്താൽ തമ്മിൽ ഒട്ടാണ്ട് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി ചവ്വരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചവ്വരി എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണേ. കാരണം എന്താ പറഞ്ഞാൽ എന്നാലന്ന് പായസത്തിന് കുറച്ചുകൂടെ ഒന്ന് കൊഴുപ്പ് കിട്ടുള്ളൂ കേട്ടോ ചവ്വരി ചേർക്കുമ്പോൾ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചവ്വരി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചവ്വരി കൂടെ ചേർത്തതിന് ശേഷം അതിൽ ഏലക്ക പൗഡർ കൂടെ ഇനി ഇട്ട് കൊടുക്കണം ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. പഞ്ചസാര എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണേ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഏലക്ക പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ 1ാം പാല് 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തിളപ്പിക്കണം എന്നില്ല. ഇപ്പോൾ ഇത് പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇരിക്കാൻ നോക്കേണ്ടത്, ഇരിക്കുന്നവർ കുറുകി വരും. ഇനി വേറൊരു പാനിലോട്ട് 2 or 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കാഷ്യൂ നട്ട്സ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ളത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ കാഷ്യൂ നട്ട്സ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൽ റൈസിൻസ് കൂടെ ഇട്ട് അത് ബബിൾസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇത്രയും റൈസിൻസ് കൊടുത്തിട്ടുണ്ട്. യെല്ലോ റൈസിൻസോ ബ്ലാക്ക് റൈസിൻസോ എന്താണെന്നോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി തേങ്ങ കൊത്തുണ്ടെങ്കിൽ നമ്മളെ കൊപ്പരയില്ലേ, അതുണ്ടെങ്കിൽ അതും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് ബബിൾസായി വന്നിട്ടുണ്ട് റൈസിൻസ്. ഇനി ഇത് നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ചവ്വരി ചേർത്തത് കൊണ്ട് തന്നെ ഇരിക്കുന്തോറും ഒന്ന് അതിങ്ങനെ തിക്കായി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഞാൻ ബാക്കി വെച്ച കാഷ്യൂ നട്ട്സ് ഇല്ലേ, റൈസിൻസും അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ 2ാമത്തെ പായസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 3ാമത്തെ പായസം നോക്കാം. ഇനി 3ാമത്തെ പായസം കടലപ്പരിപ്പ് വെച്ചിട്ടുള്ളതിനെ. ഇതും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പായസമാണ്. സാമ്പാർ പരിപ്പ് എടുക്കരുത്, കടലപ്പരിപ്പ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഈ പായസത്തിന്. ഇനി കടലപ്പരിപ്പ് പായസത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കറിൽ ഇടാതെ വേവിക്കുന്നെങ്കിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവരട്ടെ. ഇതാ പരിപ്പ് ഇപ്പം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിലൊന്ന് വേവിക്കാം. നമുക്ക് പരിപ്പ് വേകുമ്പോഴേക്ക് ചവ്വരി അരി ഒന്ന് കുതിർത്തി വെക്കണം. അതൊന്ന് കുതിർത്തി വെക്കാം. ഞാൻ 1/2 കപ്പ് ചവ്വരി അരിയാണ് എടുത്തത്. ചവ്വരി കുതിർന്ന് വരുമ്പോഴേക്ക് തേങ്ങാപ്പാൽ എടുക്കാം.
ഇപ്പോൾ ഇതാ 3 ടൈപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊന്ന് വേവിച്ചെടുക്കാൻ നോക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിലൊന്നും ഇട്ടിട്ട് ഞാനിപ്പോൾ ഉടക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ തന്നെ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും മന്തോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാൻ നോക്കാം. മിക്സിയിൽ കഴിയുന്നതും അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് പോലെ ആയിപ്പോവും കേട്ടോ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ഇതുപോലെ വല്ല മന്തോ കയ്യിലോ ഉണ്ടെങ്കിൽ ഇതേപോലെ അടിച്ച് ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ചെറുതായിട്ട് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിക്കാണ് ഞാൻ ഉടച്ചെടുത്തത്. നിങ്ങൾക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചാൽ മതി കേട്ടോ. പക്ഷേ എങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പരിപ്പ് പ്രഥമന് ഒരു ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കടലപ്പരിപ്പ് പ്രഥമൻ ചെയ്യുമ്പോൾ ഇതേ കണക്കൊന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം. ഇപ്പം ഞാൻ 1/2 കിലോ വെല്ലാന്ന് എടുക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 250 ഗ്രാം പരിപ്പിന് 1/2 കിലോ വെല്ലാന്ന് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച്. ഇനി നമുക്ക് ഈ വെല്ലം ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ വെള്ളം മുഴുവനായിട്ട് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം കണ്ടോ ക്വാണ്ടിറ്റി കുറച്ച് കൂടി വന്നില്ലേ. അപ്പം അത്രയും വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കൂടുതലൊന്നും ഒഴിക്കണ്ട. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇനി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ ആദ്യം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ചുടച്ച് വെച്ച കടലപ്പരിപ്പില്ലേ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്കങ്ങ് ഈ കടലപ്പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി മുഴുവനായിട്ട് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച വെല്ലയില്ലേ അതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിന്. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം അതൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ പരിപ്പും ആ വെല്ലവും ഒക്കെ കൂട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിള വരണം. തിള വന്നതിന് ശേഷം വേണം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ചവ്വരിയില്ലേ അത് ഇതിലേക്ക് വേണം ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ. സെപ്പറേറ്റ് വേവിക്കുന്നില്ല. ഇപ്പം ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്നത് നോക്കണ്ട കേട്ടോ. ഇത് കുറുകി കുറുകി വരും, കടലയല്ലേ. അപ്പം അത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി വരും. അപ്പം ഇതൊന്ന് തിള വരട്ടെ. ഈ തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കുതിർത്തി വെച്ച ചവ്വരിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇതിൽ കിടന്ന് വേണം ഒന്ന് വെന്ത് വരാൻ. ഇപ്പൊ ഇതാ ചവ്വരിയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിന് നമുക്ക് 2-ാം പാലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ അതിങ്ങനെ കുറുകി വരും. സാഗമായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്കിനി 1-ാം പാൽ ബാക്കിയുണ്ടല്ലോ. 2-ാം പാലും 3-ാം പാലിലും അല്ലേ നമ്മളിതിപ്പം ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി 1-ാം പാൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഈ പരിപ്പായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ തോറും കുഴുകുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് 1-ാം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അത് കുറുകിയിട്ട് കറക്റ്റ് പാകത്തിനാവും കേട്ടോ. നമുക്ക് കുടിക്കുന്ന ടൈം ആകുമ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ 1-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാനേ പാടുള്ളൂ കേട്ടോ. 1-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കുമ്പോൾ അത് പിരിഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ അതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി 1-ാം പാൽ ഒഴിച്ചാൽ. പിന്നെ അതുപോലെ നമുക്കിപ്പം തോന്നില്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളതെന്ന്. അല്ല കേട്ടോ, അത് കുറച്ചുകൂടി ഇരിക്കുമ്പോൾ പരിപ്പായതുകൊണ്ട് തന്നെ അതൊന്ന് കുറുകി വന്നോളും. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതാ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വല്ലാണ്ടങ്ങ് തിളപ്പിച്ച് വറ്റിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് കാഷ്യൂ റൈസിൻസ് ഒന്ന് വറുത്തിടേണ്ടതുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഗീയാണ് എടുത്തിട്ടുള്ളത്. അത് പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊപ്പര ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറായി വരുമ്പോൾ 1/4 കപ്പ് തന്നെ കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂം റൈസിൻസും തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റൈസിൻസും കൂടെ, റൈസിൻസ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഏറെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി അതൊന്ന് ബബിൾസായി വരേണ്ട താമസമേ ഉള്ളൂ. റൈസിൻസ് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് അങ്ങ് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് ഇതിൻ്റെ ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി
വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവസാനം ഞാനത് സെർവ് ചെയ്യുന്നത് ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ഈ വിഷുവിന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ വിചാരിച്ചു നാട്ടിലെത്തിയിട്ട് ആദ്യത്തേത് നല്ല മധുരത്തിൽ തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ വീണ്ടും ചെയ്യാൻ നോക്കാം ടൈം കിട്ടുവാണെങ്കിൽ. നാട്ടിലാവുമ്പോൾ നമുക്ക് ടൈം അത്രയും കിട്ടില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഞാൻ റെസിപ്പീസ് തന്നെ ഇടാൻ നോക്കും. അതെല്ലാം ടൈം ഉണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ 3 പായസ റെസിപ്പിയും ഈ വിഷുവിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും